ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇരിക്കണേണല്ലോ. അപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് സദ്യയും പിന്നെ കുറച്ച് പായസവും ഒക്കെ കൂടി കുറേ ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഈ പായസമൊക്കെ ആസ്വദിച്ച് കുടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും പിന്നെ നമുക്ക് ആ പായസം ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിലോ എന്നുള്ളൊരു ചിന്ത വരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങളും ഇതുപോലെ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങൾക്കും പായസം കഴിക്കാനായിട്ട് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ അടപ്രഥമൻ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ അടുത്ത് വലിയ അട ഉണ്ടായിരുന്നില്ല. നമ്മുടെ പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ അടയുണ്ടല്ലോ, അത് ഡബിൾ ഹോഴ്സിൻ്റെ ആ അടയാണ് ഇരിപ്പുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അട എടുത്തിട്ട് തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് കഴുകി തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് ഊറ്റിയെടുത്തു. പിന്നെ ശർക്കര ശർക്കര നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷമാണ് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ അട അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ആ ശർക്കരയും അടയും കൂടി നന്നായിട്ട് യോജിച്ച് വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ മൂന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി. ഇനി അത് നന്നായിട്ട് പായസമായിട്ട് ആ ഒരു അടയായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. അപ്പോൾ എനിക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങയൊക്കെ അനുപേട്ടൻ ചിരണ്ടി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഞാൻ ഇപ്പോൾ ഒന്നാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് പായസം ആ ഒരു അട നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഞാനിപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി അത് നന്നായിട്ട് ആ ഒരു അടയായിട്ട് നന്നായിട്ട് യോജിച്ച് നല്ല കുറുകി വന്നതിന് ശേഷം വേണം പിന്നെ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ പായസം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്ന ഒരു കലയാണെന്ന് നമുക്ക് പറയാം. ഒത്തിരി സമയമെടുക്കും, കാരണം ഇത് നന്നായിട്ട് യോജിച്ച് ആ ഒരു അടയിൽ ഈ ശർക്കരയും അതുപോലെ ഈ പാലൊക്കെ കൂടി നന്നായിട്ട് യോജിച്ച് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു നല്ല പായസം, നല്ല ടേസ്റ്റുള്ള പായസം നമുക്ക് കിട്ടുക. അല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ആ ഒരു നല്ലൊരു പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ച് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ കശുവണ്ടി നെയ്യിൽ വറുത്തതും കൂടിയും ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി, നല്ല സൂപ്പറായിരുന്നു പായസം. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ അനൂപേട്ടന് ഞാൻ പായസമൊക്കെ കുടിക്കാൻ കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ